ഇന്ന് നമുക്ക് അയ്യപ്പന്മാരുടെ ബാഹ്യ മോടിയിൽ അഥവാ ബാഹ്യ ശരീരത്തിൽ അവര് താടിയും മുടിയും നീട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. എന്തിനാണ് താടിയും മുടിയും നീട്ടുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പര്യാലോചിക്കാം. ഈ വേദങ്ങളിലും വൈദിക സാഹിത്യങ്ങളിലും ഒക്കെ ഒരു സാധകൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചില വിവരണങ്ങൾ നൽകുന്നുണ്ട്. അത് ഭൗതികമായ ഒരു വിവരണം മാത്രമല്ല, അതിനകത്ത് ചില ആയുർവേദ ചിന്തകൾ കൂടിയുണ്ട്. അതിലൊന്ന് ലോമാനി ഷഡ്പേർ ബഹുദ എന്ന് പറയുന്ന ഒരു പ്രയോഗം യജുർവേദത്തിൽ താടിയും മുടിയും വളർത്തുന്ന യോഗിയെക്കുറിച്ചുള്ള പ്രസ്താവന. നമ്മുടെ ശരീരത്തിലെ ഈ താടിയും അതേപോലെ തന്നെ മീശയുമൊക്കെ ഇത്തരത്തിലുള്ള താടി രോമങ്ങൾ കൃത്യമായി വളർത്തുന്നതിലൂടെ, അതൊരു വളർത്തുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി വളർത്തുകയല്ല, മറിച്ച് തൻ്റെ ശരീരത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയിൽ കോശങ്ങളിൽ മുഴുവനും, അന്നമയ കോശത്തിലും പ്രാണമയ കോശത്തിലും മനോമയ കോശത്തിലും വിജ്ഞാനമയ കോശത്തിലും ആനന്ദമയ കോശത്തിലും എല്ലാം ഇപ്പോൾ അയ്യപ്പമയമാണ്, അയ്യപ്പനാൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പനായി സ്വയം മാറുന്ന സാഹചര്യത്തിൽ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത പതുക്കെ വെടിഞ്ഞു തുടങ്ങും. ഇത് സ്വന്തം ശരീരമാണ് എന്ന ബോധത്തേക്കാൾ ഇത് അയ്യപ്പന്റെ ശരീരമാണ്, ഇത് അയ്യപ്പനാണ് ഇതിനകത്ത് നിവസിക്കുന്നത് എന്നുള്ള ബോധം ഓരോ അയ്യപ്പനിലും വളർന്നു വരാൻ ആരംഭിക്കും. ആ ഒരു സന്തുലിതാവസ്ഥ തകർക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ താടി രോമങ്ങളുടെ വളർത്തൽ നാം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടു പോകുന്നത്. കാരണം അതൊക്കെ നമ്മൾ വളരെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ വൃത്തിയായി നമ്മൾ മാറ്റുന്ന സമയത്ത് നമ്മളിലുള്ള ഈ ഒരു യോഗാവസ്ഥ നഷ്ടപ്പെടും. നമ്മുടെ ഉള്ളിൽ നാം ഇപ്പോൾ അയ്യപ്പനാണ്, അത് മുദ്ര ധരിച്ചിരിക്കുന്നു, അങ്ങനെ നാം സ്വയം അയ്യപ്പനായി തീർന്നിരിക്കുന്നു, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ആ ഒരു ചിന്തയുണ്ട്. അപ്പോൾ യാഗത്തിന് തയ്യാറെടുക്കുന്ന ഒരു പുരോഹിതനും യജമാനനും ഇങ്ങനെ തന്നെയാണ്. യാഗത്തിന് തയ്യാറെടുക്കുന്ന ഒരു യജമാനൻ ഈ തരത്തിലുള്ള എല്ലാ വ്രതങ്ങളും പാലിക്കേണ്ടതുണ്ട്. അദ്ദേഹവും താടി രോമങ്ങളെ കൃത്യമായി കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന താടിയിലായാലും മുടിയിലായാലും ഒക്കെ നാം ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ശരീരത്തിലെ അയ്യപ്പ ദർശനത്തെ ഇല്ലാതാക്കാൻ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് കഴിഞ്ഞേക്കാം. എല്ലാ തരത്തിലും സൂക്ഷ്മമായാണ് നമ്മുടെ ചിന്ത. വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ അയ്യപ്പനും തൻ്റെ സാധനയെ, തപസ്സിനെ വളർത്തേണ്ടത്. ഇന്ന് നാം അതിനെ വളരെ പലപ്പോഴും ഒരു വ്രതമായിട്ടോ അല്ലെങ്കിൽ ഒരു വഴിപാടായി കാണുന്ന സമ്പ്രദായമുണ്ട്. അത്തരത്തിൽ വഴിപാടായി കാണുന്ന ഒരു സമ്പ്രദായമല്ല ഇത്. ഇതിനപ്പുറത്ത് ഒരു സ്വയം അയ്യപ്പനാകുന്നതിനുള്ള ഗൗരവപൂർണമായ ഒരു പദ്ധതിയാണ്. സ്വയം ഗൗരവമായി അയ്യപ്പനായി തീരുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ സാഫല്യം അത് പൂർത്തീകരിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിലായാലും മനസ്സിനായാലും ബുദ്ധിയിലായാലും ഒരു തരത്തിലുള്ള വീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. അത് വളരെ ഗൗരവത്തോടു തന്നെ നാം കൊണ്ടു നടക്കേണ്ടതുണ്ട്. 41 ദിവസത്തെയും ഈ മണ്ഡല ദിവസങ്ങളിൽ, 41 വ്രത ദിവസങ്ങളിലും ഈ ശരീരത്തിലെ താടിയെയും മോടിയെയും ഒരേപോലെ നിലനിർത്തിയിട്ട് അഗ്നിയെ സൂക്ഷിച്ചുകൊണ്ട്, അഗ്നിയെ സ്വന്തം നിറമാക്കി മാറ്റിയിട്ട്, അതേപോലെ തന്നെ നാക്കിൽ അഗ്നി നിറച്ചിട്ട് സ്വയം അഗ്നിയായി മാറിയിട്ട് ഈശ്വര തുല്യനായി മാറി അയ്യപ്പനായി മാറുന്ന സ്വയം ഒരു അയ്യപ്പനായിട്ടുള്ള ആൾക്ക് മാത്രമേ ഈ ഒരു അവബോധത്തോടുകൂടി ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഔപനിഷിതമായ ചിന്തകളിലും ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഈ പിന്നീടൊക്കെ നമ്മളൊക്കെ ഈ ഋഷിമാരുടെയൊക്കെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് താടിയോടുകൂടിയ മുടി നീട്ടിയിട്ടുള്ള ആളുകളെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കാൻ കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ, അന്തർനേത്രങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഉള്ളിലേക്കാണ്, ഒരിക്കലും ബാഹ്യമായിട്ടല്ല. സ്വയം എല്ലാ ശ്രദ്ധയും ആത്മചൈതന്യത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളെയും പുറത്തുനിന്ന് അകത്തേക്ക് വലിച്ചിട്ട് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ആ കേന്ദ്രത്തിലാണ് ഇപ്പോൾ പ്രകാശമുള്ളത്. എന്നാൽ ആ കേന്ദ്രത്തിൽ നിന്ന് പ്രകാശത്തെ ഇല്ലാതാക്കാൻ ഒരു പക്ഷേ നമ്മുടെ താടിയിൽ ശ്രദ്ധിച്ചാൽ പോവും, മുടിയിൽ ശ്രദ്ധിക്കാൻ പോയാൽ പോവും. ഇത് ശ്രദ്ധാപൂർവം ഉണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് സ്വാഭാവികമായി ഈശ്വരീയതയിലേക്ക് പരിണമിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങളാണ്.